ഹലോ ഗായ്സ്, ഇന്നൊരു വാട്ടേജിനേടിയാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ ലേറ്റായി. എനിക്ക് ഇന്നൊരു സ്ഥലം വരെ പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ ടപ്പനെ ചായ കുടിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പുമൊക്കെ ഒരുമിച്ചാക്കി. കഴിക്കാൻ വേണ്ടിയിട്ട് 2 ചപ്പാത്തിയും മുട്ടക്കറിയുമാണ് എടുത്തേക്കുന്നത്. എനിക്ക് ചപ്പാത്തി, ഗോതമ്പുട്ട് അങ്ങനത്തുള്ള ഐറ്റംസിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ വിശക്കരുതല്ലോ വെളിയിൽ പോകുമ്പോൾ, അതിന് വേണ്ടി തട്ടിക്കൂട്ടി ഞാൻ സെറ്റായിട്ട് കഴിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ ഈ ചീറ്റോസിൻ്റെ ചീസ് ബോൾസ് ഇല്ലേ, അത് കഴിക്കുന്നുണ്ട്. അതിൽ നിന്ന് 5-6 കഴിച്ചു. പിന്നെ മിച്ചർ മുട്ടായി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മുടെ കടയിലെ ഐറ്റമാണ്. പിന്നെ പുറത്തുപോയി ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും തക്കാരം റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ബീഫ് ബിരിയാണി കഴിച്ചിട്ടാ. നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു. ഞാൻ തക്കാരത്തിൽ കയറുന്നത് സെക്കൻഡ് ടൈമാണ്. അതിൻ്റെ അകത്തൊരു എയ്റോപ്ലെയിനൊക്കെ ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് പ്ലേറ്റ് ചെയ്യുന്ന തരുന്നത് അവർ സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് കേട്ടോ. ഒരു ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യും പ്ലേറ്റ് കിട്ടുമ്പോഴത്തേനും. ബിരിയാണിക്ക് വരുന്നത് 200 രൂപയാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് 5-6 പീസ് ഉണ്ടായിരുന്നു കേട്ടോ ബീഫിൻ്റെ. നല്ല വെന്ത ബീഫും കുറച്ച് റൈസും കച്ചുമ്പറും നാരങ്ങാച്ചാറും ഇച്ചിരി പപ്പടവും കൂടെ കൂട്ടി കഴിച്ചപ്പോൾ ഉണ്ടല്ലോ. ഞാൻ പണ്ട് എറണാകുളത്ത് പഠിക്കാൻ പോയപ്പോഴത്തേനും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു പേരില്ലാത്ത കട ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമുക്ക് 80 രൂപയ്ക്ക് ഹാഫ് പ്ലേറ്റ് ബീഫ് ബിരിയാണി കിട്ടുമായിരുന്നു. 2 ബീഫ് പീസും കാണും അതിൻ്റെ അകത്ത്. നല്ല ടേസ്റ്റായിരുന്നു. 1 വർഷത്തിന് ശേഷം ഇവിടെ നിന്ന് ആ ബിരിയാണി കഴിച്ചപ്പോഴത്തേനും എനിക്ക് ആ ചേട്ടൻ്റെ കടയും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഒന്നുകൂടി ഓർമ്മ വന്നു. വൈകിട്ട് അലഞ്ഞൊക്കെ തിരിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേനും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂട് പപ്സും ചിക്കൻ റോളും കട്ടൻ ചായ ഉണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്ത് കേരള ബേക്കറി എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി ഉണ്ട് കേട്ടോ. അവിടെ എല്ലാ സാധനങ്ങളും അവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. അവിടുത്തെ മുട്ട പപ്സ്, ചിക്കൻ റോൾ അത്രയ്ക്കും വരത്തില്ല. മുട്ട പപ്സ് ഒരു രക്ഷയില്ല. നല്ല ചൂട് മുട്ട പപ്സ് കിട്ടും ഒരു 3-4 മണിക്കൊക്കെ ചെല്ലുമ്പോഴത്തേനും. ഇന്നത്തെ ദിവസം കുറേ കഴിച്ചുകൊണ്ട് പിന്നെ രാത്രി ഒന്നും കഴിക്കണ്ടെന്ന് വെച്ചാണ്. പക്ഷേ പോൾസ് ക്രീമറിയിൽ നിന്ന് വേഫിൾസ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോൾസ് ക്രീമറിയിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ കഴിക്കുമല്ലോ. പിന്നെ പോയി കിടന്ന് ഉറങ്ങി ഗൈസ്.